കൊച്ചി ചെല്ലാനത്ത് കടൽ കയറ്റത്തിനെതിരെ പ്രാദേശിക ഹർത്താലും തീരദേശ പാത ഉപരോധവും തുടരുകയാണ്. കടൽ കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ അനാസ്ഥ തുടരുന്നു എന്നാരോപിച്ചാണ് ഹർത്താൽ. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശ പാതയാണ് ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത്. ജനപ്രതിനിധികൾ ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. അതൊന്ന് കേൾക്കാം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരണം ഗവൺമെൻറ്. അല്ലാണ്ട് ഞങ്ങൾ മാറിയില്ല. ഞങ്ങൾ ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ചത്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോകാനാ? ഇവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ജോലി ചെയ്ത് അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പോകാൻ പോകുള്ളൂ. ഇതെല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി ഗവൺമെൻറ് തന്നെ. കുറേ കാലം ഇതിനായിട്ട് എല്ലാവരും ഒരുങ്ങുന്നത്. എല്ലാവർക്കും അസുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. എന്താണ് പറയുള്ളൂ, അവർ എന്ത് തീരുമാനിക്കണം. ഇതിനൊരു ഇത് കിട്ടാതെ ഞങ്ങൾ ആരും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. പി മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് മുഹമ്മദ് ജസീം. കുറെ കാലമായുള്ള ആവശ്യമാണ്. ഉപരോധവും പ്രതിഷേധവും ഒക്കെ പലവട്ടം ഇതേ ആളുകൾ തന്നെ നടത്തുമ്പോൾ അവർക്കരികിലേക്ക് വന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് വിവിധ ജനപ്രതിനിധികൾ ഉറപ്പ് നൽകുന്നത് നമ്മൾ ഇതേ മാധ്യമത്തിലൂടെ കാണിച്ചതല്ലേ. ഇന്നിപ്പോൾ ഈ ഉപരോധത്തിലേക്ക് അവരെത്തുമ്പോഴും പരിഹാരം ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഉറപ്പോ അതിനുള്ള നീക്കങ്ങളോ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ മുഹമ്മദ് ജസീം? പ്രധാനപ്പെട്ടുള്ള കാര്യം, ഈ സമരം തുടങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങി, അതിന് ഇപ്പോൾ ഒരു 4 മണിക്കൂർ പിന്നിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോഴും ഇവർക്ക് ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമരം ഫോർട്ട് കൊച്ചി ആലപ്പുഴ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് സമരം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സമരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഈ ഒരു ചെല്ലാനം ഭാഗത്ത്, കണ്ണമാലി ചെല്ലാനം ഭാഗത്തുള്ള ഈ കടൽ കയറുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള കടൽ ഭിത്തി അടിയന്തരമായി നിർമ്മിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു തരത്തിൽ പരിഹാര നടപടികൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് കാര്യം. കാരണം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ശാസ്ത്രീയമായി കിടക്കുന്നുണ്ട്. ആ സമരത്തെ കുറിച്ചൊന്ന് പറയൂ. അവിടെ കുറെ ആളുകൾ കിടക്കുന്നുണ്ട്. അവിടെ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ ഒരുക്കി, കപ്പയൊക്കെ വൃത്തിയാക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഭക്ഷണം ഒരുക്കി അവിടെ തന്നെ എത്ര നേരമായാലും ഭക്ഷണവും ഒരുക്കി അവിടെ തന്നെ തുടരുക. കാരണം അവരുടെ ആവശ്യം കടൽക്ഷോഭം നേരിടാനായി ടെട്രാപോഡും പുലിമുട്ടുമൊക്കെ മുഴുവൻ പ്രദേശത്തും വേണമെന്നുള്ളതാണ്. കാരണം കൊച്ചി തീരസംരക്ഷണത്തിന് 1ാം ഘട്ടത്തിൽ കിഫ്ബി വകയിരുത്തിയത് 344 കോടി രൂപയാണ്. ഭരണാനുമതി കിട്ടിയതാണ്. ആ പദ്ധതി എവിടെയെന്നുള്ള ആ പാവങ്ങളുടെ നിലത്ത് കിടന്നും ഇരുന്നും ഒക്കെയുള്ള പ്രതിഷേധത്തിനിടയിലുള്ള ചോദ്യത്തിന് എന്താണ് മറുപടിയുള്ളത് മുഹമ്മദ് ജസീം? അതെ, സമരം ഒരു വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു റോഡിന്റെ നടുവിൽ വെച്ചിട്ടാണ് കപ്പ പുഴുങ്ങുന്ന ഒരു പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൽ കടന്നുകൊണ്ടാണ് ഇവിടെയുള്ള സ്ത്രീകൾ, ഈ പ്രദേശത്തെ സ്ത്രീകൾ സമരം ചെയ്യുന്നത്. കാരണം ഇതിന് തീരുമാനമില്ലാതെ പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഇവർ ഇപ്പോൾ ഈ ഒരു കപ്പയും മറ്റുമൊക്കെ ഒരുക്കുന്ന അതിന്റെ ഒരു പാചകത്തിന്റെ പണിപ്പുരയിലാണ് എന്നുള്ളത് പറയാം. പോലീസ് അവരോട് ഇപ്പോൾ നിരന്തരം പറയുന്നുണ്ട് ഈ സമരം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ജനപ്രതിനിധികളുടെ ഉറപ്പില്ലാതെ ഒരിക്കലും ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നത് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ ഒരു ഉറപ്പ് ജനപ്രതിനിധികൾ തന്നെ നൽകണം. കളക്ടറോ മറ്റോ ഞങ്ങൾക്ക് മുമ്പ് തന്നതുപോലെ പോരാ, ഈ ഒരു ഉറപ്പ് നിർബന്ധമായിട്ട് നൽകണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചേച്ചി, സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. കടൽ വന്നാൽ ഏത് നിമിഷവും ഞങ്ങൾ ഒഴുകിപ്പോകും. രാത്രിയിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാണ്. അത് കാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞാലാണ് ഇനി സമരം അവസാനിപ്പിക്കാൻ എന്താണ് പരിഹാരം വേണ്ടത്? ഇതിന് നേതൃത്വം വഹിക്കുന്ന മന്ത്രിമാരാരെങ്കിലും വന്ന് ഞങ്ങളോട് പറയുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് വരങ്ങുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുന്നത് വരെ ഇവിടെ ഇരിക്കാൻ തയ്യാറാണ്. ഇതാണ് സുജയ പറയുന്നത്. മരിക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറാണ്. കാരണം നേരത്തെ സംസാരിച്ചപ്പോൾ ഇവരൊക്കെ പറയുന്നതും ആ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ മക്കൾക്കും മറ്റും ഇവിടെ ജീവിക്കണം. അതിനുള്ള ഒരു സംവിധാനം എന്തായാലും സർക്കാർ ഒരുക്കണം. ഞങ്ങളെ കുടിയേൽപ്പിക്കുകയല്ല വേണ്ടത്. ഞങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം തന്നെ വേണം. രാവിലെ 6 മണിക്ക് തുടങ്ങിയ സമരമാണ്. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലും തയ്യാറാക്കുകയാണ്. ഈ രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം നിർബന്ധമായി ഈ സമരത്തിൽ തുടരുക തന്നെയാണ്. അതിനിടയിൽ പോലീസ് ഇടപെടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പരിഹാരം ണമെങ്കിൽ ജനപ്രതിനിധികൾ ഉറപ്പ് നൽകണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം അതില്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്ക് മുമ്പിലില്ല. ഇത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സമരമാണ് എന്നുള്ളതാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. സുജയ,
ഓക്കെ, മുഹമ്മദ് ജസീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണമാലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ടെട്രാപോഡ് കടൽഭിത്തി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനത്ത് ഇന്ന് ഹർത്താൽ തീരദേശപാത ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെല്ലാനം മുതൽ 7 കിലോമീറ്റർ ദൂരത്തിൽ നിലവിൽ ടെട്രാപോഡ് നിർമ്മിച്ചിട്ടുണ്ട്. കണ്ണമാലി, ചെറിയ കടവ് ഈ ഭാഗങ്ങളിൽ കൂടിയാണ് ടെട്രാപോഡ് നിർമ്മിക്കേണ്ടത്. അവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തീരദേശപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഹർത്താൽ നടക്കുന്നത്. ചെല്ലാനം മുതൽ പുതിയ തോട് വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിലുള്ള ടെട്രാപോഡ് സ്ഥാപിച്ചതിനു ശേഷം അവിടെ കടൽക്ഷോഭത്തിന് ആശ്വാസമുണ്ട്. ദീർഘനാളായുള്ള സമരത്തിന്റെ ഭാഗമായാണ് അവിടെ ടെട്രാപോഡ് വന്നത്. അതിനുശേഷം കണ്ണമാലി, ചെറിയ കടവ് ഈ ഭാഗങ്ങളിൽ കൂടി ടെട്രാപോഡ് വേണം എന്നുള്ള ആവശ്യമാണ്. 5ഓളം വീടുകൾ ഇതിനകം തന്നെ തകർന്നിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ വരുന്നത്. സ്ഥലം MLA ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഭക്ഷണമൊക്കെ ഒരുക്കി അവിടെ തന്നെ തുടരുകയാണ്. കപ്പ നുറുക്കുന്നു, അതോടൊപ്പം ഭക്ഷണം ഉണ്ടാക്കുന്നു. അവിടെ നിലത്ത് കിടന്നുള്ള പ്രതിഷേധം, തീരദേശപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, അതിന്റെ കാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് നമ്മൾ കണ്ടത്. PP മുഹമ്മദ് ജസീമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.